ഹലോ ഹരീഷേ, എടാ ഞാനാണ്, നീ ഇങ്ങോട്ട് വരുമോ? ആ, ഞങ്ങൾ എന്തായാലും കാച്ചിയുടെ ഹാങ് ഓവർ പോട്ടെ എന്ന് കരുതി ഒന്നടിക്കാൻ തീരുമാനിച്ചതാ. വരുവാ? എവിടാ? പ്രേമചാരൻ്റെ കടയിലുണ്ടോ നീ? എന്നാ നീ ഇങ്ങോട്ട് പോടാ. ആ ശരി, എന്നാ വാ. എങ്ങോട്ടാ സാർ? പുത്തനങ്ങാടി. നിങ്ങളുടെ വീട് എവിടെയാ സാറേ? കഴിഞ്ഞ ദിവസം പേപ്പറിലേക്ക് ഒരു സംഭവം ഉണ്ടായില്ലേ? പേപ്പറിൽ വന്ന കാച്ചി എന്ന് പറയുന്ന ഒരു കുട്ടിയുടെ മരണകാര്യങ്ങളെക്കുറിച്ച്. ആ വീടിൻ്റെ കുറച്ച് അപ്പുറത്തായിട്ടാണ് സാറേ എൻ്റെ വീട്. എന്താ സത്യം സംഭവിച്ചത്? എൻ്റെ പൊന്ന് സാറേ, ഒരു വല്ലാത്തൊരു സാധനമാണ് ഈ പറയുന്ന അനൂപ്. ഈ അനൂപ് എന്ന് പറഞ്ഞവൻ ഭയങ്കര പ്രശ്നക്കാരനാണ്. എല്ലാവരും അവരുടെ കച്ചറയായിട്ട് അവൻ്റെ കൂടുതൽ കുറേ നേതാക്കന്മാരും അവരൊക്കെ ഉണ്ട്. ചങ്ക് പിടിച്ചു പോകും. ആ രീതിയിൽ ആ കൊച്ചിനെ അവരെ ചവിട്ടി കൂടണ ഞാൻ കണ്ടു. അപ്പോൾ നമുക്ക് ഇതൊന്ന് അറിയാനിപ്പോൾ എന്താ മാർഗം? വല്ല അയൽവാസികളോ അല്ലെങ്കിൽ കൂട്ടുകാരോ അല്ലെങ്കിൽ നാട്ടുകാരോ അങ്ങനെ ആരെങ്കിലും ഒന്ന് വിശദമായിട്ട് അറിയേണ്ടുന്ന ചില സംഗതികൾ ഉണ്ടതിൽ. സാറപ്പം പത്രത്തിൽ നിന്നല്ലേ? പത്രത്തിൽ നിന്നാ? ഞാനാരോടും പറയണ്ട. അല്ല, അങ്ങനെയാണെങ്കിൽ അയൽവാസികളും ബന്ധുക്കാരും ഒന്നും അവനെ പറ്റി ഒന്നും പറയത്തില്ല. കാരണം അവനെ ഭയമാണ് അവർക്ക്. പിന്നെ അവന് വെള്ളം കൊടുത്ത് വളർത്തുന്ന ഒരുത്തനുണ്ട്. അവനൊരു പഴയ പഞ്ചായത്ത് മെമ്പറാ. ഈ അനൂപ് എന്ന് പറയുന്നവൻ്റെ ബന്ധുവായിട്ടൊരു പെണ്ണുണ്ട്. ആ പെണ്ണിനെ ഇഷ്ടമുള്ള കെട്ടാൻ നടക്കുന്ന ഒരുത്തനുണ്ട്. അവനാ ഞാൻ ഈ പറഞ്ഞ പഞ്ചായത്ത് മെമ്പർ. അവനും ഭയങ്കര പ്രശ്നക്കാരനാണ്. അച്ഛോ, ഒന്നവിടെ നിന്നേ. ഞാൻ പറഞ്ഞ കാര്യം എന്തായി? എന്തേലും തീരുമാനിച്ച? എന്റെ ചേട്ടാ, ചേട്ടന് പറ്റിയ പെണ്ണൊന്നുമല്ല ഞാൻ പറഞ്ഞെന്ന് പറയല്ലേ സാറേ, നമ്മൾ ഈ ഓട്ടോയൊക്കെ ഓടിച്ച് നടക്കുന്ന കക്ഷിയാണേ. അപ്പം അവനോട് ചോദിച്ചാൽ അവൻ നല്ല പക്കയായിട്ട് ഇവനെ പറ്റി പറഞ്ഞുതരും. എന്താ അവൻ്റെ പേര്? അവൻ്റെ പേരാണ് സുനിൽ. സുനിൽ അല്ലേ? അവ സമ്മതിച്ചതിന് ഈ കൊച്ചിനെ കൊന്ന അവനാണെന്ന്. ഈ സി ഐക്ക് ഇത് എന്തിന്റെ കേടാ? ചുമ്മാ നമ്മൾ എന്തിനാ സാറേ ഈ കേസിന്റെ പുറകെ നടക്കണത്? ഇതിൽ കൂടുതൽ എന്തടിക്കാനവനെ? സി ഐ തുടരുതെന്നാ പറഞ്ഞല്ലേ? മോളിൽ നല്ല പ്രഷറുണ്ടെന്ന്. മോളിൽ നിന്നൊക്കെ എന്ത് പ്രഷർ വരാനാ സാറേ? ഇതാ സി ഐയുടെ കളിയല്ലേ? എസ് പിക്ക് വല്ല താല്പര്യമുണ്ട് ഈ കേസിൽ? താല്പര്യം ഉണ്ടായിരിക്കാൻ വഴിയില്ല. എന്താ കാര്യം? അവൻ ഈ പാട്ടിന്റെ വലിയ കുളാണ്ടറല്ലേ? പാട്ടിക്ക് വേണ്ടി തല്ലാനും കൊല്ലാനും നടക്കുന്ന കുറേ ബദൂരികളുണ്ടെന്ന് പോലെ. ഇതൊക്കെ നമ്മൾ എത്ര കണ്ടതാ സാറേ? അനൂപ് നിരപരാധിയാണെന്ന് എനിക്ക് തോന്നണില്ല. എനിക്കും തോന്നണില്ല. പിന്നെ എന്ത് ചെയ്യാനാ? സി ഐ പറഞ്ഞത് കേൾക്കാതിരിക്കാൻ നിവൃത്തില്ലല്ലോ. ഇല്ലേ നമുക്ക് ഉണ്ടാക്കും പണി കിട്ടും. അതെന്തെങ്കിലും ആകട്ടെ. ഞാൻ ട്രെയിനിങ് കഴിഞ്ഞ് ഇവിടെ ചാർജ് എടുത്തതിന് ശേഷം അനൂപിനെ പൊക്കാനുള്ള മെയിൻ കാരണം മുകളിലെ ആൾക്ക് എന്തെങ്കിലും സമാധാനം ആയിക്കോട്ടെ എന്ന് വെച്ചിട്ട്. ഇതിപ്പോൾ നമ്മൾ പറഞ്ഞതിൻ്റെ കേൾക്കൊന്നും അതൊന്നും കേൾക്കത്തൊന്നുമില്ല സാർ. കേൾക്കത്തില്ലെന്നറിയാം. പിന്നെ രാഷ്ട്രീയക്കാരൊക്കെ ഇടപെട്ട കേസല്ലേ? രാഷ്ട്രീയ കൊലപാതകമാണ് പിന്നെയും പറയായിരുന്നു. ഇതൊരു കൊച്ചല്ലോ. എൻ്റെ അഭിപ്രായത്തിൽ ഇത് അനൂപ് തന്നെയാണ് ചെയ്തിരിക്കുന്നതെന്നാണ് തോന്നുന്നത്. അനൂപ് തന്നെയാണ് അവനെ ചോദ്യം ചെയ്തപ്പോൾ എനിക്കത് ബോധ്യപ്പെട്ടത്. പിന്നെ നമ്മൾ ഇത്ര കഷ്ടപ്പെട്ട് തെളിവുകളുണ്ടായിട്ട് എന്തൊക്കെയാണ് അറിയാം. അവർ മുകളിൽ നിന്നുള്ള ആളുകൾ അത് ഇത് കാണാൻ ഗുണമെന്ന് പറഞ്ഞതങ്ങ് തിരുത്തും. ഈ തെളിഞ്ഞ കേസ് ഇനി അവനല്ല എന്നുള്ളത് വരുത്തി തീർക്കണം. അവിടെ ഒരു ക്ലബ്ബുണ്ടെന്ന് സി ഐ പറഞ്ഞിട്ടുണ്ട്. അവിടെ പോയി അന്വേഷിക്കാനാണ് ഇപ്പോൾ പറഞ്ഞത്. ഈ നവജീവൻ ക്ലബിൻ്റെ അടുത്തല്ല കാച്ചേരി വീടെന്ന് പറഞ്ഞത്? അതെ, അതെനിക്കറിയാവുന്ന സാറേ. അതിവിടെ അടുത്ത് തന്നെയാണ്. സി ഐൻ്റെ കോൾ വരുന്നുണ്ടല്ലോ, എടുക്കണോ സാറേ? ആ സിയുടെ കോളാണെങ്കിൽ എടുത്തേക്ക്. സാറിപ്പോൾ ട്രെയിനിങ് കഴിഞ്ഞ് ചാർജ് എടുത്തല്ലേ ഉള്ളൂ. അങ്ങനെ വെറുതെ കലിപ്പാക്കണ്ട. ഇത് ഈ കാണുന്ന സാറേ നവജീവൻ ക്ലബ്ബ്. ഹലോ. സാറേ ഞങ്ങളിവിടെ എത്തിയിട്ടുണ്ട്. രാവിലെ തന്നെ പോന്നിരുന്നു. എസ് ഐ കൂടെ ഉണ്ട്. അതന്നെ സാറേ, നവജീവൻ ക്ലബ്ബ്. നോക്കട്ടെ, ഞങ്ങൾ നേരെ അങ്ങ് പോന്നിട്ടുണ്ട്. അതെ, പക്ഷേ അവൻ്റെ പേര് ഞാൻ മറന്നുപോയി. ഓക്കെ, ഉമേഷ്.
എടാ ഇങ്ങ് വന്നേ. അങ്ങോട്ട് ചെല്ലടാ. എന്നാ സാറേ? അസീസല്ലേ നമ്മുടെ മുഹമ്മദ് അസയെ? അത് പിന്നെ തന്നെ ഞാനൊന്ന് തെറ്റിദ്ധരിച്ചു. അതാ ജോസേട്ടനെന്ന് വിളിച്ചു പറയാൻ കാരണം ഞാൻ ഈ പാർട്ടിയിലെ വലിയ സംഭവമായതിന്റെ പേരിൽ നിന്റെ അമ്മയുടെ മടിയിട്ടാ എനിക്ക് പേരിട്ട് സാറിന് വിളിക്കാൻ മടി. എന്താ 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 സാറേ കാര്യം? അപ്പൊ മര്യാദ അറിയാ എവിടെ എന്റെ പൊന്നാന മക്കളെ വിളിക്കണ ഫോൺ? സാറേ സാറേ ഇതങ്ങ് ഓഫാക്കി. സാറേ എന്റെ ഫോൺ. സുനിലേ, ചോദ്യവും വർത്താനൊന്നുമില്ല. മരിച്ച കാച്ചിയുടെ പെങ്ങളെ തന്ന പരാതി അനുസരിച്ച് വന്നതാ. അതുകൊണ്ട് വള്ളി പുള്ളി തട്ടാതെ അങ്ങ് പറഞ്ഞോളണം. കൊണാന്ന് കൊണാവിച്ചാണ്ടല്ലോ അടിച്ച്. എന്താ സാറേ സാറിന് അറിയണ്ടേ? എന്നാ എനിക്കറിയാവുന്ന എന്താന്ന് വെച്ചാൽ ഞാൻ അന്ന് പറയുന്നത് രാവിലെ മുതൽ വൈകുന്നേരം വരെ എന്താ നടന്നെന്ന് പറഞ്ഞോ. സാറേ, ഈ കാച്ചി മരിച്ച ദിവസം ഒരു ഞായറാഴ്ചയായിരുന്നു. എല്ലാ ദിവസവും രാവിലെ നടക്കാൻ പോകുന്ന ഒരു ശീലം എനിക്കുണ്ട്. എന്തുവാടാ നിന്റെ വല്ലതും കളഞ്ഞു പോയോ? പ്രേമചാണ്ടാ, ഇന്ന് വരില്ലെന്ന് പറഞ്ഞിട്ട് എന്ന് ഞാൻ പറഞ്ഞോ? ഇന്നെന്തോ കല്യാണോ മറ്റോ ഉണ്ടെന്ന് പറഞ്ഞിട്ട്. ഒരു കല്യാണം ഉണ്ടായിരുന്നു കേട്ടോ. അയച്ചിരി ദൂരെയാ. അങ്ങോട്ടൊക്കെ പോകണമെങ്കിൽ ഇച്ചിരി കാശ് ചെലവുള്ള കാര്യമാ. അല്ല, നിന്റെ ആ ചെവിയിൽ വെക്കണ കുന്ത്രാണ്ടോ എന്തിയേ? എന്നതാ മറ്റേ ഹെഡ്സെറ്റാ? അതൊന്നും വെച്ചിട്ട് ഒരു കാര്യമില്ല ചേട്ടാ. ഈ പുറത്ത് നടക്കണ ഒരു കാര്യം അറിയാൻ പറ്റില്ല. അല്ലെങ്കിൽ പിന്നെ വലിയ കാര്യമാ, വലിയ രാഷ്ട്രീയക്കാരനായിട്ട് നടക്കുക. അല്ല, ഈ പണിയെടുക്കാത്തവന്മാർക്ക് പറ്റിയ പണിയാ ഈ രാഷ്ട്രീയം. സാറേ, ഈ പ്രേമചാറിന് ഇവിടെ ഒരു ചായക്കടയുണ്ട്. ഈ ചായക്കടയിൽ വന്ന് രാവിലെ തന്നെ ഒരു ചായ കുടിച്ചുകൊണ്ട് ആരംഭിക്കുന്നതാണ് ഇവിടുത്തെ രാഷ്ട്രീയവും നാട്ടുവിശേഷവും ഒക്കെ. നടക്കുക നിന്നെ പോലെ ഒരുത്തൻ. എടാ, എന്താടാ കാച്ചിട്ട് പെങ്ങളുടെ കാര്യം? വല്ല നടക്കുവോ? ഭഗവാനെ, എന്നെ മാത്രം രക്ഷിക്കണേ. എനിക്ക് മാത്രം നല്ല വസ്ത്രവും നല്ല ഭക്ഷണവും തരണേ ഭഗവാനെ. ഈ പെരട്ട നാട്ടിലുള്ള ഒരെണ്ണത്തിന് നേരെയാക്കരുത് ഭഗവാനെക്കാരും നന്നായി ജീവിക്കണമെന്ന് ആഗ്രഹമുണ്ട്. ഇതെന്നാ നടക്കാന്നറിയില്ല. ഭഗവാനെ, ഞാൻ പറയണതൊക്കെ കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? ഭഗവാനും കണക്കാ, എല്ലാരും കണക്കാ. ഒരു ഭഗവാൻ വന്നിരിക്കും. ഇനി നോക്കാന്നേ ഉള്ളൂ. ഈ നശൂലങ്ങൾ ഇനിയും നീച്ചിട്ടില്ലേ? പണ്ടാറങ്ങള് നേരം വിളിച്ചാകുമ്പോ എണീറ്റിട്ട് ഇത്തിരി വെള്ളം കോരി തരേ. ഇവിടെയൊക്കെ ഒന്ന് അടിച്ചോരൊക്കെ ചെയ്താ എത്ര നന്ന്. ആഹാ, കണ്ടില്ലേ രണ്ടെണ്ണം കൂടി ചേരയാണ് പറഞ്ഞതുപോലെ കിടക്കണത്. അതിനെങ്ങനെയാ? ആ പിഴച്ചോടെ വയറ്റിലല്ലേ രണ്ടും കൂടി ജനിച്ചത്. എണീക്കട് കൂട്ടിച്ചാത്തന്മാരെ, എണീക്ക്. പണ്ടാറടങ്ങാന് എണീറ്റ് വരുന്ന വരവ് കണ്ടില്ലേ? എന്താണ് പിറുപിറുക്കണത്? പോടാർന്ന്. വയസ്സാം കാലത്ത് ബാക്കിയുള്ളവന്റെ ഒരു കഷ്ടകാലം. ഒരു കിണ്ടിയിലെ വെള്ളം നീക്കി വെക്കാൻ ഒരെണ്ണല്ല. നിറയ്ക്കാൻ കൂടി വന്നോളൂ. നേരത്തിന് മൂക്കറ്റം. ഇതൊന്നും ചാവൂല്ലല്ലോ പണ്ടാറും. എത്ര ഇടിയോട്ട് വെറുതെ പറയാപ്പോ ഒരെണ്ണ ഈ തള്ളയുടെ തലക്കെട്ട് കൊണ്ട് നിന്ന് ആ ശൂലം പിടിച്ച തള്ള എങ്ങോട്ടാണോ? നിങ്ങളുടെ 16 അടിയതിന് അരി മേടിക്കാൻ പോണു. മാവിന്റെ ഇല പറിച്ച അതിന്റെ കൊമ്പെങ്ങാനും ഉണക്കി കളഞ്ഞ കൊന്നുകളയുന്ന ശൂലങ്ങളെ ഞാന്. തള്ളക്ക് എന്തിന്റെ സുഖം? തള്ള നിന്റെ ചത്തുപോയ മറ്റവളാണ്. നരകം. തള്ളക്ക് എങ്ങനെ ആയുസ് കിട്ടാനാ? ഇതുപോലുള്ള വാല് മുറിച്ച പിശാചുക്കളല്ലേ പെറ്റിട്ടത്. ആഹാ, ഇവിടെ തന്നെ ഇരിപ്പാന്നോ? ഡാ, നേരം വെളുത്ത് ഇരുട്ടുന്നവരെ ഈ കടത്തിണ്ടെന്ന് എണീക്കത്തില്ല. പിന്നെ എപ്പോഴാ നീയൊക്കെ രാഷ്ട്രീയം കളിക്കാൻ പോകുന്നത്? അതെന്നാ ചേട്ടാ അങ്ങനെ പറഞ്ഞേ? ഞങ്ങൾക്ക് ഇവിടെ ഉള്ളതിന്റെ പേരിലല്ലേ ഇവിടെ കുഴപ്പമില്ലാതെ പോകുന്നേ. അതല്ലെങ്കിൽ ദിവസവും രാത്രി അടി ഇടിയും കുത്തുവാ. അല്ല, ചേട്ടന്റെ ഈ കട തന്നെ ഇപ്പൊ എത്ര വട്ടായി പൊളിച്ചു പണിയാ? പൊളിച്ചു പണിയാ നിങ്ങൾ മിടുക്കന്മാരാ. അതിന്റെ ലാഭനഷ്ടം എടുക്കുന്നത് അവന്മാരും.
എന്താണ് കച്ചി ഈ ലീലമ്മ നമ്മൾ കാണുമ്പോൾ ഇങ്ങനെ ചീത്ത പറയുന്നത്? ആ തള്ളക്ക് ഭ്രാന്ത, അതിന് വല്ല ഭ്രാന്താശുപത്രി കൊണ്ടുവരണം. എന്നാൽ നമുക്ക് ഇത്തിരി സ്വസ്ഥതയെങ്കിലും കിട്ടും. ആ തള്ളക്ക് നമ്മളെ കാണുമ്പോൾ ചീത്ത പറയുന്ന സുഖം. അതുകൊണ്ട് നമ്മൾ രണ്ടും തിരിച്ചും പറഞ്ഞേക്കണം. അപ്പം നമുക്കും ഒരു സുഖം കിട്ടും. ഇവൻ എഴുന്നേറ്റില്ല ഇതുവരെ. ഞായറാഴ്ചയായിട്ട് ചുറ്റിയുള്ള ദിവസമല്ലേ മുടിഞ്ഞു ഉറക്കണല്ലോ അവൻ. ഇട എഴുന്നേക്കണ വത്സ. ഇത് എന്ത് പരിപാടിയുടെ? ഇന്ന് ഞായറാഴ്ചയല്ലേ, ചിട്ടിയുള്ള ദിവസമല്ലേ ഇന്ന്? 8:30 അല്ലേ? 7:30 ഇപ്പൊ. ഒരു മണിക്കൂർ കൂടി ഉണ്ടല്ലോ. അരമണിക്കൂർ 7:30 ചിട്ടിയിട്ട് ഇന്ന് ഞായറാഴ്ചയാണ്. ഒരുപാട് പണിയുള്ള ദിവസമാണിന്ന്. നിങ്ങക്ക് ഈ പെണ്ണ് കാണലും മറ്റേ പരിപാടികളൊക്കെ ഉള്ളതുകൊണ്ടല്ലേ? അത് തന്നെ. നിനക്ക് പെണ്ണൊന്നും കിട്ടണ്ട, നിനക്ക് ഇങ്ങനെ ഇട്ടെന്ന് നടന്നാ മതിയല്ല. നമുക്ക് ഇന്റർനെറ്റ് ഉള്ളിടത്തോളം കാലം FB-ലോട്ട് കയറിയാ പോരെ? FB-ലോട്ട് കയറിയാൽ മതി. FB-ലോട്ട് കയറി കെട്ടിയാണ് ചായക്കടക്കാരൻ കാണാനും ചേട്ടൻ്റെ മകൻ. കെട്ടി 2 മാസം കഴിഞ്ഞപ്പോഴറിയാണ് പെണ്ണ് 2 പെറ്റതാണെന്ന്. അവള് പെറ്റാലെന്നാ പെറ്റില്ലെന്നാ? കോടീശ്ശേരി അല്ലേ കോടീശ്ശേരി. നീയൊക്കെ എന്നാ ടീമാടാ. നീയൊക്കെ നമ്മുടെ വീട്ടിലെ കഞ്ഞികൂടി മുട്ടിക്കുക. 2 മാസം മുമ്പ് 2 ലക്ഷം തരാമെന്ന് പറഞ്ഞ് ഒരുത്തിന് എന്നെ തേരാപ്പാര നടത്തിച്ച് അവസാനം 2 രൂപയ്ക്ക് ഗതിയില്ലായിരുന്നു എനിക്ക്. അറിയാവാ? അജയ അജയ അവിടെ വന്നേ. പണിക്കരായിരുന്ന എന്തൊക്കെയുണ്ടോ പണിക്കരെ വിശേഷങ്ങളൊക്കെ? പണിക്കരെ തന്നെ ഞാനൊന്ന് കാണണമെന്ന് പറഞ്ഞിരിക്കുന്നു. എന്നെ കാണാം. നിന്റെ വീട്ടിൽ കയറി പോരുന്നല്ലേ മകള് പറഞ്ഞേക്കണ. അത് അന്നേരത്തെ അവസ്ഥ കൊണ്ട് അവളങ്ങനെ പറഞ്ഞതല്ലേടോ. ഇടോ എന്നെ വിട്ടുപിരിഞ്ഞിട്ടുള്ള ബുദ്ധിമുട്ട് കൊണ്ട് മൂക്കത്തല്ലേടോ അവൾക്ക് ചുണ്ടി. അതാ മൂക്കത്തായിരിക്കും ചുണ്ടി. പക്ഷെ എന്റെ ഇവിടെ തന്നെ എന്ത് ചുണ്ടി? കാര്യങ്ങളൊക്കെ എനിക്ക് അറിയാ ചെയ്യാ. ഞാനൊരു കാര്യം പറയണമെന്ന് വിചാരിച്ചിരിക്കുക. തന്റെ മകൾക്ക് പറ്റിയൊരു ചെറുക്കൻ എന്റെ കയ്യിലുണ്ട്. തനിക്ക് സമ്മതമാണെങ്കിൽ ഞാൻ പോയി സംസാരിക്കാം. ആരോടും? പറഞ്ഞാൽ താൻ അറിയും. നമ്മുടെ നാട്ടുകാരനാണ്. ആര്? ഈ രാഷ്ട്രീയ പ്രവർത്തനമൊക്കെ ഉണ്ടവന്. നമ്മുടെ ഈ പുത്തനങ്ങാടി മാർക്കറ്റിൽ ഒരു 2-3 കടമുറിയൊക്കെ ഉണ്ടവന്. ഒരു കടലവൻ കച്ചവടം മനസ്സിലായി. അറിയും. നമ്മുടെ സുനിയല്ലേ? അത് തന്നെ. അവനവളെ ഭയങ്കര ഇഷ്ടമാണ്. അത് അവക്കൂടെ ഇഷ്ടപ്പെടുന്നുള്ളൂ. അവക്ക് പിന്നെ അമിതാഭ് ബച്ചൻ വരൂല അവിടുന്ന്. ഇവിടെ ആദ്യം അവളെന്ന് പറഞ്ഞ് മനസ്സിലാക്ക്. അതൊന്നാമതൊരു പ്രായം തികയാത്ത പെണ്ണ്. ഇതാകുമ്പോ സ്ത്രീധനവും കൊടുക്കണ്ട. നിങ്ങളുടെ ഭാഗ്യം. അതേ ഞാൻ പറയുള്ളൂ. അയ്യടോ അത് എനിക്കറിയാഞ്ഞിട്ടല്ല. ഞാൻ പറഞ്ഞ അവക്കൊന്നും മനസ്സിലാവണ്ടേ. ഒരു കാര്യം ചെയ്യ്, ഞാനൊന്ന് ആലോചിക്കട്ടെ. ഈ സുനില് നിന്റെ മകളെ കെട്ടിക്കഴിഞ്ഞാണ്ടല്ലേ നിനക്കത് ഒരുപാട് ഗുണം ചെയ്യും. ഞാൻ പറഞ്ഞേക്കാം. എടാ വേണമെങ്കിൽ നിന്റെ നാടകം അവനെ കൊണ്ട് പ്രൊഡ്യൂസ് ചെയ്യിക്കാം. കാശുള്ള മുതലാണ് കേട്ടാ. എടാ അല്ലാതെ ഞാൻ നിന്നോട് അങ്ങനെ പറയുവാ. ആലോചിക്കാനൊന്നുമില്ല. ഞാൻ നാളെ അങ്ങ് വരുന്നുണ്ട്. എന്തിന്? കല്യാണാലോചനയ്ക്ക് അവനെ കൊണ്ട് വരും. അങ്ങനെ പോലെ ചില്ലറ പോലെ ഇരിപ്പുണ്ട്. അവർ 100 രൂപ കിട്ടും. അപ്പൊ കല്യാണം നടക്കാറില്ലല്ലേ? പറച്ചിന് മാത്രമേ. ആരാരെന്താ ഇത്ര മടി? കിട്ടുമ്പോഴല്ലേ മേടിക്കാൻ പറ്റുള്ളൂ. ബാക്കി നാടോ നാളെ അവിടെ വരുമ്പോ കാണാൻ പോ. എടാ ഇനി നിനക്കാന്നൊരു തുമ്പിനെ ഒപ്പിച്ചേരാ കേട്ടാ. സുനില് തരാന്ന് പറഞ്ഞ് 2 ലക്ഷം രൂപക്ക് കാറ് മേടിക്കാന്ന് പറഞ്ഞിട്ട് ഞാനിപ്പോഴും സൈക്കിളിലാണ് നടക്കണത്. എന്നാടാ? അല്ല ഞാൻ അന്ന് പറഞ്ഞ ഒരു പെണ്ണിനെ നോക്കണ കേസ്. പെണ്ണിന് നിനക്ക് പറ്റിയ സാറിന് ഒത്തു വരട്ടോ. അല്ലാണ്ട് പിന്നെ ഞാൻ എന്ത് ചെയ്യാൻ പറ്റും? നീ ഡിങ്ങനെ പോലെ ഇങ്ങനെ വെച്ചിട്ടുള്ള കാര്യമുണ്ട്. ഇതെന്താടാ ഇത്? അമ്മണി ബാബുവാ. ഒരു ബ്രേസറൊക്കെ മേടിച്ചിട്ടാ. പിന്നെ ഞാൻ റെഡിയാക്കി തരാം. റെഡിയാക്കണോട്ടാ. പിന്നെ വേഗം റെഡിയാക്കണേ. അവിടെ പിള്ളേര് കക്കാളിക്കണം. അല്ല ഒന്നിന്റെ കേസിന് ഞാൻ നടന്നിട്ടല്ലേ അല്ലേ? പൈസ എന്താ പണിക്കരെ കളിക്കണ്ടോ? ഇത് അയ്യോ എല്ലാരും ആദ്യം ഞാൻ തന്നെ എറിഞ്ഞു തുടങ്ങാൻ. ആർക്ക് പോയെന്ന്? നിന്റേത് പോയാ? അങ്ങനെ പറ. കളി അതൊരു പണി. ഇവിടെ നിങ്ങൾ കളിയുന്നു. കളി 8 മണി. ചേടാ എൻ്റെ കളിയല്ലേ? എന്ത് കളിയടാ കളിക്കുന്നത്? 8 മണി. 2 അടിക്കാനുള്ളതായി. ഇനി ഇവിടെ ഇരുന്ന ഇതും കൂടെ പോകും. പണിക്കരെ ഞാൻ പോണു കേട്ടാ. അവൻ്റെ ഏകദേശമായി. സന്തോഷേ
സന്തോഷേ ആ ആരോട് ചോദിച്ചാടാ ഈ വേലി കിട്ടിയത്? കൊള്ളാം. എന്റെ പറമ്പിൽ വേല കിട്ടണേ ഞാൻ ആരോട് ചോദിക്കാൻ? തോന്നിയ പോലെ കെട്ടാൻ പറ്റുന്നില്ല, അയൽവക്കാരുടെ സമ്മതോടെ വേണം വേലി എന്റെ കെട്ടാൻ. പറമ്പിൽ വേലി ആ, അതെ. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഇവിടെ വന്നപ്പോൾ നിന്റെ അടുത്ത് ഞാൻ പറഞ്ഞു ഈ സാമാനം ഇവിടെ കാണരുതെന്ന്. സന്തോഷം, നിനക്ക് സമാധാനത്തോടെ ജീവിക്കണോ? അതായത് നീയായിട്ട് മാറ്റുന്നോ അതോ ഞാനായിട്ട് പൊളിക്കണോ? അല്ല, ഇത് കേട്ട് കഴിഞ്ഞാൽ തോന്നുന്നു ഞാൻ അനൂപിന്റെ കാശ് മേടിച്ച് കെട്ടിയതാണെന്ന്. ഇത് ഞാൻ വേലയെടുത്ത് കാശ് കൊണ്ട് കെട്ടിയ വേലിയാണ്. ഇത് എപ്പോ പൊളിക്കണമെന്ന് എങ്ങനെയൊക്കെ കെട്ടണമെന്ന് ഒക്കെ എനിക്കറിയാം. അതിന് അനൂപിന്റെ അനുവാദമൊന്നും വേണ്ട. ഇത് ഗുണ്ടകളാണ്. അതെടാ, എടാ, നീ ഗുണ്ടയാ? ആടാ, ഗുണ്ടയാടാ ഞാൻ. നിന്നെ കാണിച്ചോളാം. ഞങ്ങളുടെ കെട്ടാറോ? നിന്റെയൊക്കെ അപ്പുറത്തെ വീട്ടിലുള്ള എനിക്ക് കൊണ്ടുവരാ. ഞാൻ കാണിച്ചുതരാടാ. നീയൊക്കെ നീ ആരെടാ വിളിക്കുന്നത്? ആ, നീ ആരെയാ വിളിക്കുന്നത്? നീ കണ്ടോ? നീ എനിക്ക് അവിടെ ഒരു സൗണ്ട് കേട്ടോ. ശരിയാണല്ലോ. അത് അനൂപിന്റെ സൗണ്ട് ആണല്ലോടാ. പിന്നെ ഇടങ്ങാറായി അവൻ. ഇല്ലെങ്കിൽ നീ എന്ത് ചെയ്യും? ഞാൻ വിളിച്ചുതരാം നിനക്ക്. നീ എന്തുട്ടാ? എന്റെ ഫോണിൽ എടുത്തോടാ. നീ എന്നെ എന്റെ ഫോണിൽ എടുത്ത് ഉണ്ടാക്കണം. അനൂപ സാറേ, ഞാൻ രാവിലെ ഒരു കാര്യം പറഞ്ഞില്ലേ? അവനോട് ഉണ്ട് കൊടുക്കാം സാറേ. ആ, നീ ആരെയാന്ന് ചോദിച്ച് വിളിക്ക്. എന്താണ്? നീ- എന്താണ്? അവന്റെ ഒരു പോലീസ്. പേടിയും ഹലോ. പറഞ്ഞാ- ഹലോ, ആരാണ്? എന്താ സാറേ? അവന്റെ ഒരു പോലീസ് വിളിയും. അപ്പൊ പോലീസുകാരും ഇതിനൊക്കെ കൈയാണല്ലേ? സംസാരിക്കട്ടെ. അവിടെ വഴക്ക് തന്നെയാണ് അവൻ പോലീസ് അനുഭവമായിട്ടുള്ള മാത്രമല്ല, വഴക്കണം. വേലി പ്രശ്നം ആ വേലി പൊളിച്ച് കളഞ്ഞ് ഇതിന്റെ വല്ല ആവശ്യമുണ്ടോ? അനുഭവം അവനെ തല്ലി കൊന്നു തന്നെ. ഒന്ന് നിർത്ത്. ഒന്ന് നിർത്തടാ. നീ അവനെ വിട്ടേ. നീ വിട്ടേ. ഞാനൊരു കാര്യം ഇവരോട്ടൊക്കെ തല്ലുപിടിക്കാനായിട്ട് നീ എന്തിനാണ് പറഞ്ഞ ആവശ്യമില്ലാതെ വഴക്കിന് പോണത്? നിന്നോട് ആ വേലി പൊളിക്കാനല്ലേ പറഞ്ഞോളൂ? അല്ല നിന്നോട് വീട്ടിൽ നിന്ന് താമസം ഇറങ്ങാൻ പറഞ്ഞ? എടാ, അവർക്ക് മതിൽ കെട്ടാൻ വേണ്ടിട്ടാണ്. മനസ്സിലായ? പണിക്കരേട്ടാ, ഞാൻ ഇത് കഷ്ടപ്പെട്ടുണ്ടാക്കി വേലയാണ്. അവർക്ക് വേണ്ടിയിട്ട് ഞാനിത് പൊളിച്ചു കൊടുക്കണോ? ആരെങ്കിലും എന്തെങ്കിലും നല്ല കാര്യം ചെയ്യുമ്പോൾ എന്റെ ഫ്രണ്ടിൽ കയറി നെഞ്ചു പിടിച്ച് നിൽക്കും. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ആ വേലി പൊളിച്ചോട് അവർക്ക് മതിൽ കെട്ടാൻ വേണ്ടിട്ടാണെന്ന്. വെറുതെ അനുവിനെ പിടക്കാൻ നിൽക്കണ്ട കേട്ടാ. ഞാൻ പറഞ്ഞേക്കാം, ഇവരൊന്നും അവരായിട്ട് മുട്ടി നിൽക്കാൻ പറ്റിയല്ല. ഹൈ, തള്ളലടാ. നീ ഈ ആവശ്യമില്ലാത്ത കാര്യത്തിന് നിൽക്കേണ്ട വല്ല ആവശ്യമുണ്ടോ? അയ്യോളോട് പറഞ്ഞാടാ അത്ര പ്രാവശ്യം ഞാൻ. നീ ആവശ്യമില്ലാത്ത കാര്യത്തിൽ ഇടപെടാൻ പോയിട്ടില്ലേ? നീ അനൂപിന്റെ അടുത്ത് അനൂപിന്റെ കൂടെ പോയിട്ടില്ല. ഞാൻ എന്ത് വർത്താനം ഈ പറയുന്നത്? കണ്ടെത്തി വിളിച്ച് തനിക്ക് അത് പറയാം. എന്റെ ഞാൻ ഇവരുടെ അടുത്ത് പോയി പറയാം. എന്റെ അടുത്ത് ഉണ്ടാക്കാൻ നിൽക്കണ്ട. നീ പറഞ്ഞോണ്ടാ ഞാൻ പന്നീനെ നിഖിലില്ലേ, ആ തെണ്ടി ഇപ്പഴാ പെണ്ണിന്റെ പിന്നാലെ. എടാ, ഇതിനേക്കാ വലിയ കാര്യമാണ് അവിടെ നടക്കണേ. എന്നാ കാര്യം? എടാ, നമ്മുടെ ആ നിഖിലില്ലേ, നിഖില് എടാ അവൻ അവളെ വിട്ടിട്ടൊന്നുമില്ല. ചുമ്മാ പറയണതാ. ഇപ്പോഴും അവളായിട്ട് ഭയങ്കര ഇഷ്ട. നിന്റെ അടുത്ത് ആരാ പറഞ്ഞ? എടാ, നിനക്ക് മാത്രം അറിയാത്തുള്ളൂ. ഈ നാട്ടിലെ എല്ലാവർക്കും അറിയാം അവനും അവള് തമ്മിൽ കണക്ഷൻ ആണ്. ആ പാപ്പച്ചനെ അവൻ വന്ന് പറ്റി ചോദിച്ചാൽ കൊടുക്കരുത്. അവൻ തരാനുള്ള കാശ് പോലും തന്നിട്ടില്ല. ചേട്ടാ, ഒരു ഗോൾഡ്. ഇതിന്റെ കൂടെ ചുറ്റിക്കറങ്ങി നടക്കുന്നത് ഇവനോടൊന്ന് അവതരിപ്പിച്ചു. ലൈറ്ററില്ല. ഒന്ന് തന്നെ. അതെ, അച്ചുവിനെ വേറെ ഏതെങ്കിലും ചുറ്റിക്കളി ഉണ്ടോ? എന്നാരോ പറഞ്ഞു. ആ നിഖിലെന്ന് പറയുന്ന പയ്യനുമായിട്ട് എന്തോ ഒരു ഇടപാടുള്ളത് പോലെ. അല്ല, ഞാൻ പറഞ്ഞല്ല, നാട്ടുകാർ പറഞ്ഞതാ. അവൻ രണ്ടെണ്ണം കിട്ടാത്ത കഴപ്പാ. അത് ഞാൻ തീർത്തു കൊടുത്തോളാം. ഞാൻ വല്ലാത്തൊരു വേണ്ടാധീനമായി പോയി. ഇനിയിപ്പോ ആ ചെറുക്കൻ ഇതറിഞ്ഞിട്ട് കാശ് കൊണ്ട് തരുമോ എന്തോ. ലീലാമേ, ലീലാമേ, ആരത്? അച്ഛൻ എന്ത് ചെയ്യും? ആരാ? അനൂപോ? എന്താണ് നീ ഇങ്ങനെ കിടന്ന് വരയ്ക്കുന്നത്? അവളെന്തേ? ആ പഴച്ചോൾ അവിടെ എവിടെയും കാണും. എടി അച്ചു, 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 എന്താണ് നീ പറയാൻ തള്ള നിക്ക്. നീ നിഖിലും തമ്മി എന്താടി ബന്ധം? ഏത് അയ്യോ, ഏത് നിഖില്? ആ ചേട്ടനെ നിനക്ക് അറിഞ്ഞൂടാ അല്ലടി? ജോലിയും കുളിയില്ല നടക്കുന്ന ഇവിടുത്തെ കാച്ചിൽ നടക്കുന്ന തെണ്ടിനെ നിനക്ക് അറിഞ്ഞൂടാ അല്ലടി? നിർത്ത് നിർത്ത്. ഇവളും അവനുമായിട്ട് പൂരം കാണാൻ നടക്കേണ്ട ഈ നാട്ടുകാർക്ക് മുഴുവനും അറിയാം. എന്നാൽ ഈ സുന്ദരി കോതയ്ക്ക് മാത്രം അറിയില്ല. എന്റെ അനുപേട്ട, ഈ തള്ള പറയുന്ന തള്ള പറഞ്ഞ ഇപ്പൊ കുഴപ്പമില്ല. തള്ള നിന്റെ മറ്റവളാടി. ഇനി നിന്നെ നിഖിലിനെ കണ്ട് ഞാൻ കണ്ടു കഴിഞ്ഞാ വെട്ടിക്കണ്ട് ചിടത്തോളം ഞാൻ പറഞ്ഞേക്കാം. അനുപേട്ട, എനിക്ക് ഒരു നിഖിലിനെ അറിയില്ല. എടാ, ഒന്ന് തണുക്ക്. ഇന്ന് ഇവളെ പെണ്ണ് കാണാൻ വരുന്ന ദിവസമാണ്. ഇവളെ അവന് സ്വപ്നം കണ്ടോണ്ടിരിക്കുക. എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ നോക്കി ഓരം പട്ടോളൂ. മര്യാദയ്ക്ക് മനസ്സിലാക്കി കൊടുത്തോളാം. ഇല്ല ഞാൻ പറയാൻ ഞാൻ ബാക്കി ഞാൻ കൊന്നു കൊഴിച്ച മുതലാണ്. അനൂപേ, നീ അവളെ തല്ലേ കൊല ചെയ്തിട്ടൊന്നും ഒരു കാര്യമില്ല. ഞാൻ പറയണ നീ കേക്ക്. എന്തിനാ അച്ചു നീ വെറുതെ ഇവന്റെ തല്ല് വാങ്ങിക്കണേ? പെണ്ണേക്കൊച്ചടിയാ നാട്ടിലെ കടയാ ബെസ്റ്റ്. കൂടെ ഒരു ഇച്ചിരി വെള്ളം കുടിക്കാം, വഴിയും ചോദിക്കാം. നല്ലൊരു ഓപ്ഷനാണ് അത്.
ചേട്ടോ കുടിക്കാനുള്ളേ ചേട്ടൻ സോഡ ചേട്ടോ 2 സർബത്ത്. ആ ചേട്ടാ ഉയ് ചേട്ടൻ നാട്ടുകാരനാണോ? അല്ലല്ല, ഞാൻ ഈ കടയുടെ ഉടമസ്ഥനാ. എന്തോ വേണം? ആണോ? അതെയാ. ചേട്ടാ ഈ നാടകത്തിനൊക്കെ പോകുന്ന അജയൻ ചേട്ടൻ അറിയോ? അശ്വതി അച്ചു അങ്ങനെ അറിയോ ചേട്ടൻ? അശ്വതിയോ? അജയൻ. അജയന്റെ വീട്ടിലേക്കാന്നോ? നാടകം വല്ലതും ബുക്ക് ചെയ്യാനാന്നോ? ആ കൊച്ചിനെ പെണ്ണ് കാണാൻ വേണ്ടി വന്ന അശ്വതിയോ? അയ്യോ, നല്ല കുട്ടിയാ. അവളുടെ അച്ചാമ്മയായിട്ട് ഞാനൊന്ന് വരുത്തിയിട്ടുള്ളതാ. പിന്നെ ഈ വെലസി എന്ന് പറഞ്ഞാ ഞങ്ങള് തമ്മില് നല്ല പരിചയക്കാരാ. അതെല്ലേ? പിന്നെ എങ്ങനെയുണ്ട് ആളെന്ന് പറഞ്ഞാൽ നല്ല 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 സൽസ്വഭാവിയാ. ഈ നാട്ടില് വലിയ കുഴപ്പമൊന്നുമില്ല. ഈ നാട്ടിലെന്ന് പറയുമ്പോ വെളിയിൽ പഠിച്ച ആളുമല്ല. അല്ല, വെളിയിൽ പഠിക്കുന്ന കാര്യമൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. എന്റെ കണ്ണുമട്ടത്ത് നടക്കുന്ന കാര്യങ്ങളല്ലേ എനിക്ക് പറയാനൊക്കൂ. അതുകൊണ്ട് വലിയ കുഴപ്പമൊന്നുമില്ല. നീ അവളെ വേണ്ട രീതിയിലൊന്ന് പറഞ്ഞു മനസ്സിലാക്ക്. 7 കിലോമീറ്റർ അകലേക്കാ ഇവിടുത്തെ ഈ ബഹളം. അമ്മയുടെ ഈ തൊള്ളേന്ന് നിർത്തിക്കൂടെ? എടാ 7 കിലോമീറ്റർ അപ്പുറല്ലടാ, 14 കിലോമീറ്റർ അപ്പുറം കേക്ക നിന്റെ ഈ സുന്ദരി കോതയുടെ കൊണവതിയാരം. വെള്ളം എടുത്തോ? എന്നാ എടുക്കണ്ട, എല്ലാം തള്ളി താഴെ ഇട്ടു. വെള്ളം എടുക്കണ്ട. ഞങ്ങളതങ്ങ് മാറിയേക്കുവാ. ഉണ്ടാവും ഇങ്ങനത്തെ ഒരു എല്ലാം തട്ടിപ്പറിച്ചിട്ട് പോവാന്നോടാ. ആളുകളെ മെനക്കെടുത്താൻ വേണ്ടി വിടാന്നത് നമുക്ക് ഇവിടുന്ന് റിവേഴ്സ് എടുത്ത് തിരിച്ചങ്ങോട്ട് പോവാം. ഏതാടാ സമയം തരുന്ന നിനക്കറിയാവോ? എടീ, ഇന്ന് പെണ്ണ് കാണാൻ ആള് വരുമെന്ന് പറഞ്ഞതല്ലേ? എന്നിട്ട് നീ വായി നോക്കിയിരിക്കേണ്ട കാര്യം അടി. പോയൊന്ന് കുളിക്കാൻ നോക്കടി. എന്നാ ഈ നിഖിൽ നമ്മൾ പണ്ടേ നിൽക്കുന്നുണ്ടായിരുന്നു. എങ്കിൽ വിഷയമൊന്നും ഉണ്ടാവില്ല. അന്നേ ഞാൻ ആ പന്നമോനെ ഓങ്ങി വെച്ചാ. ഇനി എങ്ങാനും എന്റെ മുമ്പിൽ അവനെ കണ്ടു കഴിഞ്ഞാ നീ ഒരു ഒറ്റ ഒരുത്തനാ അന്ന് ഞാൻ പിന്നെ അവനെ വെറുതെ വിട്ടത്. ഇനി നീ എങ്ങനെ തടയാൻ വന്നാലും ഞാൻ നോക്കത്തില്ല സുനിലെ. വെച്ചേക്കത്തില്ലെന്ന് ഞാൻ പറഞ്ഞാൽ വെച്ചേക്കത്തില്ലേ? അപ്പൊ അതിനെ കോന്നിയെ കുഴിച്ചുകൂടി ഞാൻ പറഞ്ഞേക്കാം. ഞാൻ അത്രയ്ക്ക് കലിപ്പുണ്ട് എനിക്ക്. എന്നാ അളിയാ? അനൂപേ, നീ നേരത്തെ വന്നായിരുന്നോ? എടാ, ഞാൻ നിന്നോടൊരു കാര്യം പറയണമെന്ന് ഓർത്തിരിക്കുകയായിരുന്നു. എടാ, കാശ് വല്ലതും ഉണ്ടെങ്കിലേ ഒരു 10,000 രൂപ എനിക്ക് തന്ന് സഹായിക്കണേ. 3-4 നാടകം കഴിയുമ്പോൾ ഞാൻ അങ്ങോട്ട് തന്നേക്കാം നിനക്ക്. ഇല്ലെങ്കിൽ സുല്ലേ, എടാ നിന്റെ കയ്യിലുണ്ടോടാ? എടാ, എന്തെങ്കിലും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണേ. എൻ്റെ അവസ്ഥയൊക്കെ അറിയാമല്ലോ. എന്നാടി അച്ചു ഇവിടെ ഒച്ചമ്പേളം കേട്ടത്? ചേടാ, 2-3 പേരെ അങ്ങോട്ട് ഓടി പോകുന്നുണ്ടല്ലോ. എനിക്കൊന്നും മനസ്സിലാകുന്നുമില്ല. ഇവിടെ എല്ലാം കിളച്ചു മറിച്ചിട്ടിട്ടുണ്ട്. ആ എന്താണെന്ന് അറിയാൻ മേലമ്മേ, ഇവിടെയൊക്കെ കിളച്ചു മറിച്ചിട്ടിട്ടുണ്ട്. അവളോട് ചോദിച്ചിട്ടാണ് അവക്കൊരു കുന്തും അറിയത്തുമില്ല. അനൂപ് സുല്ലാണെന്നുകൊണ്ട് അങ്ങോട്ട് ഓടി പോകുന്നുണ്ട്. എന്റെ അജയൻ ചേട്ടാ, ആ നിഖിലിന്റെ കൂട്ടുകാരന്റെ പണിയത്. അവള് കുളിക്കണത് ക്ലിപ്പ് കാര്യം. അവളുടെ കല്യാണം മുടക്കാൻ വേണ്ട പന്ന നിഖിലും അവനും കൂടെ ഒപ്പിച്ച പണിയാ. ഇത് കണ്ടാ? അവളുടെ ക്ലിപ്പാണ് ഈ കിടക്കണേ. ഇതിപ്പോ വേറെ വല്ലവരും കണ്ട അവളെ ആരെങ്കിലും കേട്ടോ? ഞാൻ കണ്ടതിന്റെ പേരിൽ ഇപ്പൊ കുഴപ്പമില്ല. കണ്ടായിരുന്നെങ്കിലോ നമുക്ക് പോയി ആ തെണ്ടിയുടെ കൈയും കാലം തല്ലി ഓടിക്കാം. ചേട്ടാ സുല്ലെന്ന് വിളിക്കുകയും ചെയ്യും, കെട്ടിച്ച് തരയില്ല. എന്റെ കാലോണ്ടാണെങ്കിൽ അതും വയ്യല്ലോ കൃഷ്ണ. എടാ, അത്ര സ്പീഡിൽ നടക്കാൻ പറ്റില്ലടാ എനിക്ക്. ഒന്ന് നിക്ക്. അയ്യോ എടാ അനൂപേ, ആ പാടത്തിൽ എവിടെയെങ്കിലും കാണൂടാ. ഒന്ന് വേഗം ചെല്ലടാ. ഞാൻ അമ്മയായിട്ട് അങ്ങോട്ട് വരാൻ അങ്ങോട്ട്. അതെ, നീ എന്താ? എന്റെ കാലോണ്ട് ഞാൻ അങ്ങോട്ട് പോയിട്ട് വരാം. ചെല്ലു, വേഗം ചെല്ലു.
ആ നാശൂലങ്ങൾക്ക് 2 കൊടുത്തിട്ട് കണ്ടു വാടാ. കുരിപ്പുകൾ രാവിലെ നീറ്റപ്പോ തന്നെ ഞാൻ വിചാരിച്ചതാണ് ഇവൻ വന്നിട്ട് വേണം 2 കൊടുപ്പിക്കാന്ന്. അതിപ്പോ എന്തായാലും ഒത്തും. അയ്യോ ഇത് തന്നെയാണോ വീട്? അത് തന്നെ കൊള്ളാലോ. 2-3 ഏക്കറൊക്കെ ഉണ്ടാവോ? ഏതായാലും പുതിയ ചെരുപ്പൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് നമ്മുടെ കടയിൽ. അത് തന്നെ എടുത്തിട്ടുണ്ട് പോവാം. നല്ല കാര്യത്തിൽ വന്നല്ലേ. എങ്ങനെയുണ്ട് ചെരുപ്പ്? വാ വാ. ഇത് മൊത്തം ഇവിടെ മൊത്തം കരിയിലൊക്കെ ആളോ എൻ്റെ അകത്ത്. അടിക്കാറും വയ്ക്കാറൊന്നും ഇല്ല ഇവിടെ. പെണ്ണ് കെട്ടി നമുക്ക് ഇതെല്ലാം അടുപ്പിക്കല്ലേ. ഇതെന്തിനാ കിണിക്കണത്? മുറ്റടിക്കണത് ഞാൻ പറഞ്ഞു. ഇത് തന്നെയാണോ? കസേരയൊക്കെ ഇരിപ്പട്ടോ, കയറിയൊക്കെ ഇരിക്കാം. നമ്മളീ കുടുംബത്തിൽ പറഞ്ഞ ആൾക്കാരല്ലേ കസേര നമ്മൾ ഇരിക്കണം. അതാ നമ്മളെ രീതി കേട്ടോ. അല്ല ഏട്ടാ, നമ്മുടെ ഈ സാധാരണ പെണ്ണ് കാണാൻ പോകുമ്പോഴൊക്കെ ആൾക്കാർ സ്വീകരിക്കാനൊക്കെ ഉണ്ടാവല്ലോ ഇവിടെ. അത് പറയും കാണാനില്ലല്ലോ. അജത്തെ ഇവിടെ അല്ലേ? കുട്ടിയൊന്നും അറിഞ്ഞിട്ടില്ല തോന്നല്ലോ. പറഞ്ഞിട്ടുള്ളൂ. കുട്ടീനെ കാണാൻ വന്ന ഞങ്ങള്. അച്ഛനവിടെ പോയി? അച്ഛനെവിടെ പോയെന്ന് അറിയില്ല. സാധാരണ പെണ്ണ് കാണാൻ പോകുമ്പോ അവിടെ അച്ഛനുണ്ടാവും, അമ്മയുണ്ടാവും, അമ്മാമാരുണ്ടാവും. ആരും കാണുന്നില്ലല്ലോ. ഇപ്പൊ വരുമായിരിക്കും. ഇപ്പൊ വരുമായിരിക്കും അല്ലേ? കുഴപ്പമില്ല. വാതിക്കേന്ന് മാറുമായിരുന്നെങ്കിൽ ഞാൻ കുറച്ച് വെള്ളം എടുത്തു തരായിരുന്നു. വാതിലോ? ഇതിപ്പോ ഏതാ വാതില്? കൊള്ളാലോ. ഇങ്ങോട്ട് നോക്കണോ? നമ്മുടെ ശരിയല്ലേ? നമ്മള് കല്യാണത്തിന് പെണ്ണാൻ പോകുമ്പോ അമ്മയുണ്ടാവും, അച്ഛനുണ്ടാവും, അർണമാരുണ്ടാവും. ഇതാരും കാണാനില്ലല്ലോ. ഇത് തന്നെയല്ലേ വീട്? വേണ്ടോട്ടോ. നിന്നെ അച്ഛൻ തല്ലാറുണ്ടാ? തല്ലൂല, നല്ല കിണ്ണം കാച്ച തെറി പറയും. നിന്നെ ലീലമ്മ നല്ല ചീത്ത പറയാറൊന്നും തോന്നണല്ലേ? ആ ചീത്ത പറയും. ആ തള്ളക്ക് ഭ്രാന്താണ്ടാ. കുറച്ച് എലിവേഷൻ മേടിച്ച് കൊല്ല്. വെറുതെ എലികൾക്ക് ചീത്ത പേരുണ്ടാക്കാനാ. ഇന്ന് അച്ഛനെ പെണ്ണ് കാണാൻ വേണ്ടി ആരണ്ട് വരുമെന്ന് പറഞ്ഞു. വരുവാനാ തോന്നുന്നു. അവൾക്ക് ഇഷ്ടമല്ല. എടാ നിന്റെ ചൂണ്ടയുടെ വെച്ചിരിക്കണത് സമയം പോണില്ല, നമുക്ക് ചൂണ്ടിട്ടിട്ട് വരാം. അവിടെ എവിടെ? അവിടെ വാ. അവിടെ ഉണ്ട് പിള്ളേരുണ്ട്, നിഖിലുണ്ട് അവിടെ. പെട്ടെന്ന് വാ, വേഗം വാ. വിടറാ രൂപ, അത് പിള്ളേരല്ലടാ. വിടറാ രൂപ. നിന്നെ നോക്കി തന്നെയാണോ പട്ടി ഞാൻ ഇങ്ങോട്ട് വന്നത്? മെമ്പറും ഗോപ്രോക്കാണ് സ്റ്റേഷനിൽ വാ സാറേ. ആ സാറ്, അവരാരാ ഇറക്കിക്കൊണ്ടുപോയേ? അതാ ജോസഫ് സാറ്. സുനിലിനെ വിട്ടോ? ആ സുനിലിനെ വിട്ടു. അപ്പോൾ പഞ്ചായത്ത് പ്രസിഡന്റോ? ആ പഞ്ചായത്ത് മെമ്പറോ? അവനവിടെ കിടക്കട്ടെ സാറേ, കുറച്ച് ദിവസം അവിടെ കിടക്കട്ടെ. സിയോട് പറഞ്ഞില്ലേ രണ്ടും കൂടി അടി കൂടിയിട്ടാണ് കൊണ്ടുപോയെന്ന്? ആ പറഞ്ഞായിരുന്നു സാറേ. നമ്മുടെ സി ഐക്ക് എന്താ സാറേ ഈ കേസിൽ ഇത്ര താല്പര്യം? അതറിയില്ലേ, അത് പുള്ളി അനൂപും തമ്മിൽ പരിചയക്കാരാ. കാച്ചിയെ അവനല്ല കൊന്നത് എന്നുള്ളത് ആണയിട്ടവൻ പറഞ്ഞിട്ടുണ്ട്. ഓ, ആ കൊച്ചു മരിച്ചതിൽ ആ പെൺകൊച്ചു ഇപ്പോൾ ഹോസ്പിറ്റലാണ്. അവിടെ കിടക്കുന്ന ആ കുട്ടിയുടെ അടുത്ത് പോയിട്ട് പരാതി എഴുതി മേടിക്കാന്ന് പറഞ്ഞാൽ എന്ത് കാര്യമുണ്ടോ അതിൽ? എന്താ കൊച്ചിൻ്റെ പേര്? അച്ചോ? ആ അതന്നെ. അപ്പോൾ അവനെ പുറത്തിറക്കാനുള്ള പണിയാ. അതെ,
അത് എനിക്ക് നേരത്തെ മനസ്സിലായതാ. ഞാൻ ജോയിൻ ചെയ്തല്ലേ ഉള്ളൂ, നമുക്കൊന്നും പറയാൻ പറ്റില്ലല്ലോ. സാറേ അതെനിക്ക് അനൂപ് തന്നെയാണെന്നാ തോന്നുന്നത്. വല്ല ബഹളത്തിനിടയ്ക്ക് കയ്യോ കാലോ കൊണ്ട് എന്തെങ്കിലും പറ്റിക്കാണും. അല്ലാതെ ആ കൊച്ചിനൂടെ ആർക്ക് വൈരാഗ്യം തോന്നാനാ? അവർ തമ്മിൽ ഏതാണ്ടൊക്കെ ഇടപാടുണ്ടെന്നേ. അവരുടെ അച്ചാമ്മയില്ലേ, ആ ഒരു ലീലാവതി, അവരെ കൊല്ലാൻ വരെ പിള്ളേർ പ്ലാൻ ചെയ്തതാ. അവരെയും ജോയിൻ ചെയ്യണം സാറേ. ആ പിള്ളേരുടെ അച്ഛനുണ്ട്, അവരെയും വിളിക്കാം സാർ. സിഐക്ക് ഒരു സമാധാനം ആയിക്കോട്ടെ. അതെ സാറേ, നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നതൊക്കെ നമുക്ക് ഓക്കെ. നമുക്ക് എന്ന് പോകാനാ സാറേ? ഇപ്പോൾ തന്നെ പോവാം. അയ്യോ, ഇന്ന് തന്നെ പോകണം സാറേ. സാറേ നാളെ പോയപ്പോരെ? ഇന്ന് എനിക്കൊരു അടിയന്തരമുണ്ട്. അവിടെ ഇന്ന് വൈകുന്നേരമെങ്കിലും ചെന്നില്ലെങ്കിൽ നമ്മുടെ കാർന്നൊരു വഴക്ക് പറയും. പോലീസാന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല, എല്ലാവരുടെയും മുമ്പ് ചീത്ത വിളിക്കും. അതുകൊണ്ടാ നാളെ പോയപ്പോരെ സാറേ? ഓക്കെ, എനിക്ക് നാളെ പോവാം. പോയിട്ട് വലിയ കാര്യമൊന്നുമില്ല, എങ്കിലും പോവാം. വളരെ ഉപകാരം സാറേ. ഓക്കെ ഓക്കെ. ഹലോ, അബ്ദുൾ ഹസീൻ സാറല്ലേ? അതെ, നമ്മുടെ സുനിലാണ്. ഇന്നാളെ ഒരു ആവശ്യമില്ലാണ്ട് വെറുതെ കൊണ്ട് തല്ലില്ലേ? സാർ, ഞാൻ നിഖിലിനെ വല്ല അറിവ് കിട്ടിയാ? ഇല്ല സാറേ, അവൻ ആ വേങ്ങര ജംഗ്ഷനിൽ കഞ്ചാവ് അടിച്ചിരിപ്പുണ്ട്. പെട്ടെന്ന് എന്ന് അവനെ കിട്ടും. അവന് കാച്ചിയുടെ എല്ലാ വിവരം അറിയാം. നോക്കട്ടെ. നിക്കണവിടെ. സാറേ വീട് സാറേ. സാറേ വീട് സാറേ. നീ എന്തിനാണ് എന്നെ കണ്ട് ഓടിയേ? ഞാൻ ചെയ്തിട്ടില്ല സാറേ. കഞ്ചാവ് സാറേ. സാറേ എനിക്ക് എന്റെ ആവശ്യമില്ല സാറേ. സാറേ ആള് മാറിപ്പോയാണ് സാറേ. എനിക്ക് അതിന്റെ ആവശ്യമില്ല സാറേ. ഞാൻ പൊക്കിയിട്ടുണ്ട്, ആദ്യത്തെ റൈറ്റിലുണ്ട്. വേഗം വണ്ടിയായിട്ട് വാ. സത്യം നീ നിന്നോടൊക്കെ ആ കഞ്ചാവ് കൂട്ടത്തിൽ പോകണമെന്ന് പല പ്രാവശ്യം പിടിച്ചു കൂട്ടിയിട്ടാ ഇവനെയൊക്കെ. ഇവനോടൊക്കെ ചൂണ്ടയിടാൻ പോകുന്നത് പല പ്രാവശ്യവും പറഞ്ഞിട്ടുള്ളതാ. ചൂണ്ടയിട്ടിട്ട് വന്നിട്ട് വേണ്ട ഇവന്റെ അമ്മയുടെ 16 നടത്താനായിട്ട്. അടിച്ച് കയറടാ ഇവനൊക്കെ അകത്തേക്ക്. പറഞ്ഞ നിന്നോടൊക്കെ കൊണ്ടുപോയി പുതുക്കണോന്ന് പറഞ്ഞ് നടക്കാൻ നീ ഏതാടാ അമ്മ? ഇവരൊക്കെ ആരാമേ? ഞാനും പോയി മാറിയിട്ട് വരാം. അച്ചുവേ, ആ സോപ്പ് വേണമെങ്കിൽ എടുത്തേ, ഞാനൊന്ന് കുടിക്കട്ടെ. കാണാനേ രണ്ടോന്ന് തന്നെ വാങ്ങിക്കും. അവരിപ്പോ അവൻ വെറുതെ പറഞ്ഞതാ. കേറിയിരിക്കണോ? എനിക്ക് പെണ്ണിന് മാത്രം മതിയെന്നല്ലേ പറഞ്ഞു. ഞാൻ തരാടോ നിനക്ക് പെണ്ണിനെ. നിന്റെ പ്രശ്നം എന്താ? ശരിക്കും പ്രശ്നമുണ്ടാ? കാര്യം ചെയ്യും. നിന്നെ എന്തായാലും അവരിടിച്ച് പഞ്ഞിക്കിട്ടതല്ലേ, നീ ഒരെണ്ണം തിരിച്ചിട്ട് കൊടുക്കടാ. നീ അതിപ്പോ പ്രശ്നമാക്കണ്ട. പ്രശ്നമുണ്ടാ? അതിപ്പോ തന്നെ തീർക്കണം. നീ അതിപ്പോ തീർക്കണ്ട. പറഞ്ഞിട്ട് തീർക്കണം. അച്ഛനെ സ്നേഹിച്ചാൽ നീ Get
ഇവിടെ ഇരിപ്പട്ടാ. എടാ അനുവേ, നിന്നോട് ഞാൻ അപ്പഴേ പറഞ്ഞല്ലേ അവളൊന്ന് നോക്കി വെച്ചോളന്ന്. നീ അപ്പോഴൊന്നും വിശ്വസിച്ചില്ലല്ലോ. ഇപ്പൊ എന്തായി? നീ കൊടുത്തതൊന്നും പോരടാ, ഒരു 4 കൂടി കൊടുത്ത അവന്റെ കയ്യും കാലാണ് തല്ലി ഒഴിച്ചു തന്നായിരുന്നു. ഇതിവിടെ കൊണ്ടൊന്നും തീരുന്നില്ലല്ലോ സുനിലെ. അത് തന്നെയാണ് പറഞ്ഞ നീ കൊടുത്തത് പോരെന്ന്. പിന്നെ അനുവേ, ഒരു കാര്യം, ഒരു കാരണവശാലും അച്ഛനും അവന് കെട്ടിച്ചു കൊടുത്തത്. അതെ, സുനില് പറഞ്ഞതാണ് ശരി. എന്ത് തന്നെ ആയാലും ആ പിശാച് മോറിന് അച്ഛനെ കെട്ടിച്ചു കൊടുക്കാൻ പാടില്ല. ഇനി ഇപ്പഴെന്താ ഒരു കല്യാണവും വേണ്ട, കളവാടും വേണ്ട. എടാ, ആ പിശാച് പിടിച്ച നാറി ഇവിടെ ഉള്ളിടത്തോളം കാലം നീ ആ പെണ്ണുമായിട്ടുള്ള കല്യാണം നടക്കില്ല. എടാ, അവനെ വല്ല ജയിലിലും കൊണ്ടുപോയി അടക്കടാ. എടാ പരനാറി, നീ അല്ലെങ്കിൽ വലിയ എണ്ണാമനാന്ന് പറഞ്ഞിട്ട് ഞെളിഞ്ഞ് ഇരുന്നടാ. ഇല്ലെങ്കിൽ കൊന്നിട്ട് കൊണ്ടുപോയി കെട്ടി തൂക്കടാ എവിടെയെങ്കിലും. കുടുംബത്തിന് സമാധാനം വേണ്ടി ഇത്ര കൊണ്ടാക്കത്തിന് മതിയോ? ഇങ്ങനെ നടക്കണം. നിന്റെ അടുത്ത് പല പ്രാവശ്യം പറഞ്ഞോ പന്നനി കിലോട് നടക്കരുത്. പറയണോടെ ചെറിയവന് വചനത്തോളം പറയുന്നടാ. അമ്മടെ പോലും ഇങ്ങോട്ട് മാറിക്കണം. പിടിക്കണേ മനസ്സിലാ. ഒന്നിനും മതിയായില്ല, ഒന്നിനും മതിയായില്ല. നീ ഒരു കാലത്ത് അവനോട് ജീവിക്കാൻ പോകുന്നില്ല. എനിക്ക് കൊക്കിന് ജീവൻ ഒരു കാലത്തും ഈ നാട്ടുകാരെ കൊണ്ട് മൊത്തം പറയിപ്പിച്ച് പോരാ. നിന്റെ തള്ള ചത്തും മനസ്സ് മേലോട്ട് പോയപ്പോഴേ ഈ നിഖിലിന്റെ തന്തി തള്ളി ഉണ്ടായിരുന്നില്ലേടി. എടി, നിന്നെ തീറ്റി പോറ്റി ഈ പരുവത്തിലാക്കിയത് ഞാനാടി. അതുകൊണ്ട് എനിക്കറിയണം, എന്നോട് പറയണം. എന്താടാ നാറി? പറഞ്ഞാലേ ഞാൻ തല്ലിക്കൊല്ലും. കേട്ടില്ലേടാ ഈ നാറി പറയുന്നത്? ഇവരെയൊക്കെ കൊണ്ട് ഞാൻ മടുത്ത എന്താണ് ഇതൊക്കെ? തല്ലിക്കൊന്ന് രണ്ടിനെയും കുടിച്ചു എന്താടാ നീ കാണിച്ചത്? അച്ഛനെ തല്ലിയത് ഞാൻ പറഞ്ഞ അച്ഛനെ കാണാൻ പറഞ്ഞ നിന്നോട് നീ എന്നെ തല്ലുവല്ലടാ. എന്റെ ദേഹത്ത് കൈവച്ചിട്ട് അങ്ങനെ ഒരുത്തരും ജീവിക്കണ്ട. എടാ അനുവേ, നീ എന്നെ തല്ലിയല്ലടാ. തല്ല മാത്രമല്ല കൊല്ലുടാ. എല്ലാ കൊളരായ്മയ്ക്കും കൂട്ടുന്നാലടാ ഞാൻ. എന്നിട്ട് നീ എന്നെ തല്ലിയല്ലടാ. അല്ലടാ കൊല്ലുടാ. അനുഭവിക്കൂടാ, ഇതിന് നീ അനുഭവിക്കും. നിന്നെ ഞാൻ അനുഭവിപ്പിക്കടാ. അയ്യോ 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 അയ്യോ, ഓടി വരണേ. എന്റെ കാച്ചിനെ അനൂപ് കൊന്നേ. നീ എന്റെ മകനെ കൊന്നേ. നീ എന്റെ മകനെ കൊന്നല്ലേ? എടാ, നീ എന്റെ മകനെ കൊന്നല്ലേടാ. ദ്രോഹി, നീ അനുഭവിക്കൂടാ. നീ അനുഭവിക്കൂടാ. നീ മൂക്കിച്ചു പോകൂടാ. എന്റെ കുഞ്ഞു പോയേ. ഞാനിനി എന്തിനാണ് ജീവിക്കുന്നത്? എന്നെ കൂടി അങ്ങോട്ട് എടുക്കണ്ടേ ദൈവമേ. അയ്യോ, എന്റെ കുഞ്ഞു പോയേ. എന്റെ കുഞ്ഞു പോയേ. അയ്യോ 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 അയ്യോ, ഞാനിനി എന്തിനാണ് ജീവിക്കുന്നത്? എന്റെ മോൻ പോയേ. അയ്യോ 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 അയ്യോ, എന്റെ പൊന്നു മോനെ കാച്ചിയേ. ആ ചെക്കൻ മരിച്ചിട്ട് കുറച്ച് ദിവസമാകും. നീ ഇന്നിവിടെ വന്ന് ചോദ്യം ചെയ്യുമെന്നും പറഞ്ഞ് വല്ല പോലും ഉണ്ടാവുമോ? ആ ബാ, നമുക്ക് നോക്കാം സാറേ. അജയ, അജയൻ, ആളില്ലെന്ന് തോന്നുന്നു കേട്ടോ. ആ ഉണ്ട്, നീ വാ. എവിടെയെങ്കിലും പോകാൻ നിൽക്കുകയാണോ? സാറേ, ഞാനൊന്ന് കിടക്കുകയായിരുന്നു. ആ കുഴപ്പമില്ല, ബാ സാറേ, അകത്തിരിക്കാം. അത് വേണ്ട, ആ കസേരയ്ക്ക് എടുക്കും. നമുക്ക് പുറത്തിരിക്കാം അല്ലേ സാർ? ഇവിടെ ഇരിക്കാം. ആ അങ്ങോട്ടിരിക്കാം.
ഇങ്ങോട്ട് വാ സാർ. ഇരിക്കൂ സാർ. നിങ്ങളൊരു കസേരയിട്ടിരിക്കും. ഇരിക്കും. ഒന്ന് ചോദ്യം ചെയ്യാൻ വന്നേ ഉള്ളൂ, അല്ലാതെ പേടിക്കൊന്നും വേണ്ട. അജയൻ്റെ ശരിക്കും പേരെന്താ? എൻ്റെ പേര് അജയനും തന്നെയാണ് സാറേ. കുട്ടി മരിച്ചിട്ടിപ്പോൾ എത്ര ദിവസമായി കാണും? കഴിഞ്ഞ വെള്ളിയാഴ്ചയായിരുന്നു സഞ്ചയനം. അല്പം കുസൃതിയായിരുന്നു അല്ലേ? അത്രയ്ക്ക് വലിയ കുസൃതിയൊന്നുമല്ല, എന്നാലും കുറച്ചൊക്കെ കുസൃതി ഉണ്ടായിരുന്നു. അനൂപ് തല്ലിയപ്പോഴാണ് കുട്ടി മരിച്ചതെന്ന് താൻ വിശ്വസിക്കുന്നുണ്ടോ? അറിയില്ല സാറേ, കുറേ നേരം ബഹളം ഉണ്ടായിരുന്നു, നല്ല ബഹളം ഉണ്ടായിരുന്നു. എങ്കിൽ ആ നടന്ന സംഭവം ഒന്ന് കൃത്യമായിട്ട് പറ. പ്രയാസമുണ്ടെങ്കിൽ വേണ്ട. ഇല്ല സാറേ, ഞാൻ പറയാം. എന്നാ പറ. ഇളയ മകൻ ജനിച്ചപ്പോഴേ എൻ്റെ ഭാര്യ മരിച്ചുപോയി സാറേ. അവനാണെങ്കിൽ ചെറിയൊരു വിക്കുണ്ട്. അതിനുശേഷം എൻ്റെ അമ്മയാണ് അവരെ വളർത്തിയത്. എനിക്ക് ആ തല്ലേനെ അങ്ങോട്ട് കൊല്ലണം. പക്ഷെ എങ്ങനെ കൊല്ലും? നമുക്ക് പണി അങ്ങോട്ട് ചെയ്താലാ? ഏത് പണി? സാലർ ഏലിയാസ് ജാക്കി. അത് സാഗർ ഏലിയാസ് ജാക്കില്ലേ? ആ തന്നെ. അതുപോലും മര്യാദക്ക് പറയാൻ അറിയാമല്ല, എന്നിട്ടാ നീ കൊല്ലാൻ നടക്കണം. എനിക്ക് ആ പറട്ടത്തലേനെ കൊല്ലണം. പറഞ്ഞിട്ട് കാര്യമില്ലടാ. നമ്മുടെ അമ്മ ഇപ്പം ഉണ്ടായിരുന്നെങ്കിലില്ലേ ഈ കുഴപ്പമൊന്നും ഉണ്ടാവൂല. അച്ഛനാണെങ്കിൽ നമ്മളെ കാണണ കളിയ. നമ്മളെന്ത് ചെയ്യാനാ? പ്രേമൻ ചേട്ടാ, ഇന്ന് നാളെ വൈകിട്ട് 7 മണിക്ക് ഓച്ചറല്ലേ? ആണോ? അവിടെ ശശിയണ്ണൊക്കെ വരുന്നുണ്ട്. ഏതോ ഗസ്റ്റിന്റെ മുമ്പിലാ പരിപാടി. ആണോ? പിന്നെ എന്തോ കഴിഞ്ഞാലേ ധൃതി വിളിച്ചിട്ട് ഞാനിപ്പോ വരാം. കടേ നോക്കിക്കോളേ, ഞാനിപ്പോ വരാം. അല്ല, വീട്ടിലൊരു അത്യാവശ്യമുണ്ട്, അതുകൊണ്ടാ. എന്തുവാ? മോളെ ഇത് പെണ്ണ് കാണാൻ വേണ്ടി ആള് വരുവാ. ശരി. എവിടുന്നാ? അവരഴിക്കാരാ. ആരാ കൊണ്ടുവന്ന ബന്ധം? കൊണ്ടുവന്നത് നമ്മുടെ പണിക്കര്. ആ പണിക്കരാണെങ്കിൽ വളരെ സൂക്ഷിക്കണം കേട്ടോ. അവന്റെ കേസ് കെട്ടുകൾ കൈകാര്യം ചെയ്താലുണ്ടല്ലോ, ഒരുപാട് കേസ് കെട്ടുകൾ അലസി പോയിട്ടുള്ളതാ. എല്ലാം ഒരു വിശ്വാസം അല്ലേ പ്രേമൻ ചേട്ടാ? അതെ. സ്ത്രീധരൊന്നും വലുതായിട്ട് വേണ്ടാന്നൊക്കെയാണ് അയാൾ പറഞ്ഞത്. ആണോ? എങ്കിൽ പിന്നെ സൂക്ഷിക്കണം കേട്ടോ. പിന്നെ നമ്മുടെ കയ്യിലുള്ളതൊക്കെ അത്രേ ഉള്ളൂ. എങ്കിലുമൊക്കെ ആ പെങ്കൊച്ചിനെ നല്ലൊരു കടവിൽ കൊണ്ട് അടുപ്പിക്കണം. അമ്മ വന്നായിരുന്നോ? പിന്നെ ലീല വന്നായിരുന്നു ഇവിടെ. വന്നിട്ട് ഏതാണ്ട് ഒരു സൂചനയൊക്കെ തന്നിട്ട് പോയി. പിന്നെ നടന്നതൊക്കെ യാദൃച്ഛികമായിരുന്നു സാറേ. ആരും കരുതിക്കുട്ടിയൊന്നും ചെയ്തതല്ല, എല്ലാം തന്നെ സംഭവിച്ചു പോയത്. എന്റെ മകൻ മരിച്ചു കിടക്കണ സാറേ ഞാൻ കണ്ടത്. കള്ളം പറയല്ല അജയ. അജയൻ വീഴുന്നത് വരെ ഓക്കെ സമ്മതിച്ചിരിക്കുന്നു. അതിനുശേഷം പറയടോ. വീണ് കിടക്കുന്ന താൻ അനൂപിനെ അടിക്കാൻ ചെല്ലുന്നു. അനൂപിനെ അടിക്കേണ്ടെന്ന് അടി കാച്ചിക്ക് കൊള്ളുന്നു. കാച്ചി മരിക്കുന്നു. താൻ ലീലാവതിയുടെ മകനായതുകൊണ്ടും മോനൊന്നും സംബോധിക്കാതിരിക്കാൻ വേണ്ടി താനും തള്ളയും കൂടി മെനഞ്ഞെടുത്താണ്. പറ്റിപ്പോയി സാറേ, അറിയാതെ പറ്റിപ്പോയി. അമ്മ പറഞ്ഞത് കൊണ്ട് ഇങ്ങനെയൊക്കെ സംഭവിച്ചത്.
ഒന്ന് മനസ്സമാധാനമായിട്ട് ഉറങ്ങിയിട്ട് എത്ര ദിവസമായെന്നറിയാമോ? അനൂപിനിട്ട് അടിച്ചടി അത് അവനിട്ടറിയാതെ കൊണ്ടുപോയതാ. അതാ സംഭവിച്ചത്. എവിടെ തള്ള ഞാൻ വിളിക്കാം. ഇറങ്ങി വാണിങ്ങട് കൊള്ളരുതായ്മ കാണിച്ച വളരെ കിടപ്പ്. സാറ് പറഞ്ഞ സത്യം. കൊന്നത് അനൂപല്ല, കാച്ചിയുടെ അച്ഛനാ. അയാൾ കുറ്റം സമ്മതിച്ചിട്ടുണ്ട്. സാറേ ആ തള്ളേണിട്ട് വന്നിട്ടുണ്ട്. അവിടെ ഇരിക്കട്ടെ. ഞാനൊരു കാര്യം പറയാൻ വേണ്ടിയാണ്. എന്താ കാര്യം? ഞാൻ രാവിലെ ഒരു സാറിന് നോക്കിയിരിക്കുന്നു. ഞാൻ പറയുന്നത് എത്രത്തോളം സാറിന് മനസ്സിലാവുമെന്ന് എനിക്കറിയില്ല. എനിക്കറിയാവുന്ന ഒരു കാര്യം പറയുന്നത് സാർ. പറയടോ. പറയട്ടെ. നീ മദ്യപിച്ചിട്ടുണ്ടോ? മദ്യപിക്കാതെ സാറന്മാരുടെ മുമ്പിൽ വന്ന് പറയാനുള്ള ധൈര്യം അന്നൊരു ഞായറാഴ്ചയായിരുന്നു സാറേ. ഞങ്ങളെല്ലാം ഈ നാട്ടിൽ കക്ക കളിക്കും ഒരു രസത്തിന്. അന്നാണ് ഞാൻ ഈ കാച്ചീന അവസാനമായിട്ട് കാണുന്നത് സാറേ. ആദ്യത്തെ 2 കീച്ചിൽ തന്നെ എനിക്ക് 2 അടിക്കാനുള്ള കാച്ചി കിട്ടി. ഞാൻ ആ കാശും കൊണ്ട് ഷാപ്പിലേക്ക് പോവുകയും ചെയ്തു സാറേ. അടിയും കഴിഞ്ഞ് വീട്ടിൽ വന്ന് ഇറച്ചിയും കുട്ടി ചോറൊക്കെ കഴിച്ച് കിടക്കാമെന്നും പറഞ്ഞ് നിൽക്കുമ്പോഴാണ് കാച്ചിയുടെ വീട്ടിൽ ബഹളം കേൾക്കുന്നത്. എപ്പോഴും ആ വീട്ടിൽ വഴക്കാണ് സാറേ. അത് കാരണം നാട്ടുകാരും ആ വീട്ടിലേക്ക് തിരിഞ്ഞു നോക്കിയൊന്നുമില്ല. കാച്ചിയുടെ വീടിൻ്റെ പുറകു വശത്തു കൂടെ എൻ്റെ വീട്ടിലേക്ക് പോകുന്ന വഴി. ഞാൻ ആദ്യം വഴക്ക് കണ്ട് പോകണമെന്ന് കരുതിയതല്ല. വഴക്ക് കണ്ടിട്ട് മൈൻഡ് ചെയ്യാതെ ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോകാൻ ഒരുങ്ങിയതാ സാറേ. അപ്പോഴാണ് സാറേ ഞാൻ ആ കാഴ്ച കാണുന്നത്. എന്ത് ചെയ്യണമെന്നറിയാൻ പറ്റാതായിപ്പോയി സാർ. കള്ളു കുടിച്ചുകൊണ്ടായിരിക്കും എനിക്കത് മൊബൈലിൽ ഷൂട്ട് ചെയ്യാൻ തോന്നിയത്. ഇല്ലെങ്കിൽ മൈൻഡ് ചെയ്യാതെ പോയേനും സാറേ. സാറിന് ഇത് കണ്ടിട്ട് എന്താ ചത്തുപോയ കുട്ടിയുണ്ടല്ലോ, അവര് ഞാനെന്ന് വെച്ച ജീവനാ സാറേ. എനിക്ക് അവനെ എന്നോട് പറയാതെ എന്റെ കുട്ടി മുറ്റത്തേക്ക് അങ്ങോട്ട് ഇറങ്ങില്ലെന്ന് സാറേ. കൊന്നല്ലേ നശിച്ചത് എന്റെ കുട്ടീനെ. പോയി ചത്തൂടെ തള്ളാൻ എനിക്ക്. ആ കുട്ടിയെ ചവിട്ടി കൊന്നിട്ട് കുറ്റം അനൂപിന്റെ തലയിൽ കെട്ടിവെക്കാൻ കാണിച്ച ധൈര്യം ഉണ്ടല്ലോ ഒരു സ്ത്രീക്കും കിട്ടൂല. നിനക്ക് മനസ്സിലായില്ല ലഡി. എടി, ആരൊക്കെ എന്തൊക്കെ തെറ്റ് ചെയ്താലും എത്ര തെളിവ് മറച്ചു വെക്കാൻ ശ്രമിച്ചാലും ദയവായിട്ട് കൊണ്ടുതരുന്നൊരു തെളിവുണ്ടാകും. കണ്ണ് നിറച്ച് കാണടി. നിന്റെ മനസ്സിലും ശരീരത്തിലും ഉണ്ടടി ഒരു കൊലയാളിയുടെ മുഖം. നിനക്ക് ബാക്കി ഞാൻ തരോടാ. ചാവങ്ങട്ട്. മതിയായില്ല. അനൂപിന്റെ തല്ലുകൊണ്ട് താഴെ വീണ കാച്ചിയുടെ നെഞ്ചത്തല്ലടി നീ ചവിട്ടിയത്. ആസ്ഥാനത്ത് നിന്റെ ചവിട്ട് കൊണ്ട് കാച്ചി മരിച്ചു എന്ന് മനസ്സിലാക്കിയ നീ അത് കാച്ചിന്റെ അച്ഛന് പറ്റിയ കയ്യബദ്ധാണെന്ന് വരുത്തി തീർക്കാൻ നീ അഭിനയിച്ചതല്ലടി ഇതൊക്കെ. നമ്മുടെ കാച്ചി പോയടാ. നിന്റെ ചോക്കിലാണ് കാച്ചി മരിച്ചത്. നീ കരയണ്ട. അനൂപാണ് കൊന്നതെന്ന് പറഞ്ഞാൽ മതി. നീ ജയിലിൽ പോയാ പിന്നെ അമ്മയ്ക്ക് ആരാണുള്ളത്? പോവാനുള്ളത് ഏതായാലും പോയി. അയ്യോ അയ്യോ, അനൂപ് കാച്ചിയെ കൊന്നേ. അയ്യോ 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 അയ്യോ, നാട്ടുകാരെ നാട്ടുകാരെ ഓടി വരണേ. എന്റെ കാച്ചിനെ അനൂപ് കൊന്നേ.
നീയൊക്കെ ഒരു സ്ത്രീയായി ജനിച്ചല്ലോടി. 10 മാസം നൊന്ത് പറ്റ നിങ്ങളുടെ സ്വന്തം മകന്റെ മകനെ ചവിട്ടി കൊന്നില്ല നീ. പറയടി. സാറേ, അബദ്ധം പറ്റിപ്പോയി. ആ സമയത്ത് അങ്ങനെ ചെയ്തു പോയി സാറേ. എന്നോട് ക്ഷമിക്കണം. കാച്ചിയുടെ കൊലപാതകം ഒന്ന് മാറ്റി പിടിക്കണം. കൊന്നത് അനൂപല്ല, അവന്റെ അച്ചാമ്മയാ. അവര് കുറ്റം സമ്മതിച്ചിട്ടുണ്ട്. ഞങ്ങളിപ്പോ അങ്ങ് വരും. ഡേ വണ്ടി എടുക്കടേ. വാ തള്ളേ. Ha 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 ha!